ഹായ്. അപ്പോൾ നമുക്കിന്നൊരു കല്യാണത്തിന് പോയാലോ? ഇന്നലെ പറഞ്ഞു നമുക്ക് 8:30ക്ക് ഇറങ്ങാമെന്ന്. ഇന്ന് രാവിലെ ആയപ്പോൾ 9 മണിയായി. ഒരുങ്ങാൻ തുടങ്ങിയപ്പോൾ 9:30ആയി. പിന്നെ ഇറങ്ങിയപ്പോൾ എന്തായാലും 10 മണിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഇറങ്ങി. നമുക്കൊരു ഓട്ടോ കിട്ടി. സ്റ്റാൻഡിലെത്തി. സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറാൻ നേരത്താണ് ആലോചിച്ച് എവിടെ ഇറങ്ങേണ്ടതെന്ന് ഞങ്ങൾക്കറിയത്തില്ല. അങ്ങനെ കുറച്ച് നേരം നിന്നു. ഫോണൊക്കെ വിളിച്ച് ചോദിച്ചു. അങ്ങനെ നമ്മൾ എവിടെ ഇറങ്ങേണ്ടതെന്ന് സ്റ്റോപ്പൊക്കെ കണ്ടുപിടിച്ചു. ബസ്സിൽ കയറി. ബസ്സിൽ കയറിയ പിന്നെ സൈഡ് സീറ്റ് എന്തോ അതൊരു വികാരമാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ടാട്ടോ എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയത്. അതുകൊണ്ട് പിന്നെ അന്നേരം തൊട്ടാണ് ഞാൻ കുറച്ച് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ കൊല്ലം സ്റ്റാൻഡിലെത്തി. കൊല്ലത്തായിരുന്നു കേട്ടോ കല്യാണം. സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ വീണ്ടും ഒരു ഓട്ടോ പിടിച്ചു ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ചെറിയൊരു വ്യൂ ആണ് ഇത്. നമ്മുടെ സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോയിൽ ഓഡിറ്റോറിയത്തിലെത്തി. ആസ് യൂഷ്വൽ കല്യാണം കഴിഞ്ഞിരുന്നു. പിന്നെ നമുക്ക് കല്യാണമല്ലല്ലോ മെയിൻ, ഇതൊക്കെയാണല്ലോ മെയിൻ. അങ്ങനെ നമ്മൾ സദ്യ കഴിക്കാനായിട്ട് നേരെ പോയി. ആദ്യം തന്നെ ചിപ്സും ശർക്കര വരട്ടി അങ്ങ് അകത്താക്കി. ഇത് കണ്ടില്ലേ, അമ്മയ്ക്ക് വലിയയിലും എനിക്ക് ചെറിയയിലും സാരമില്ല. അങ്ങനെ പിന്നെ ചോറ് വന്നു, പരിപ്പ് വന്നു, പപ്പടം കൂട്ടി കുറച്ച് ചോറും പരിപ്പും കഴിച്ചു. കൊല്ലക്കാരുടെ സദ്യയെപ്പറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ പരിപ്പ് കഴിയുമ്പോൾ ഉടനെ തന്നെ സാമ്പാർ വരും. സാമ്പാർ കഴിയുമ്പോൾ ഉടനെ തന്നെ ഇതാ പായസം എത്തി. പായസം കൂട്ടി കഴിക്കുമ്പോൾ അതേ അടുത്ത പായസം എത്തി. അതിൻ്റെ കൂടെ ഇതാ വീണ്ടും മോരും ചോറും. അങ്ങനെ സദ്യ കഴിഞ്ഞു, ഇല മടക്കി. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നു. തിരിച്ച് സ്റ്റാൻഡിലെത്തിയപ്പോൾ വീണ്ടും ഇവിടെ പോയി നിൽക്കാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തു. അവിടുത്തെ പിന്നെ സ്മെല്ല് ചെറുതായിട്ടൊക്കെ സഹിക്കാൻ ബുദ്ധിമുട്ടായപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും തിരിച്ച് സ്റ്റാൻഡിൽ എത്തി. വണ്ടി കയറി അങ്ങനെ വീട്ടിൽ പോരുന്നു.